ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ തോമസ് ജോസഫ്. സ്റ്റോറി 24 ഫ്രെയിംസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ചെക്കോവ്സ് ഗൺ? നമുക്ക് അതിനെപ്പറ്റി എന്താണെന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ ആന്റൺ ചെക്കോവ് എന്ന പ്ലേ റൈറ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതൊരു അവതരണ ശൈലിയായി കണ്ട് കഥയിലെ ഓരോന്നിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടും എന്നാൽ അത്രമാത്രം പ്രാധാന്യമില്ലാത്ത എലമെന്റ്സുകൾ വിട്ടുകളഞ്ഞുകൊണ്ടും ക്രമീകരിക്കുന്ന രീതിയാണ്. ചെക്കോവ് ഇതിനെപ്പറ്റി പറയുന്നത് വൺ മസ്റ്റ് നെവർ പ്ലേസ് എ റൈഫിൾ ഓൺ ദ സ്റ്റേജ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഗോ ഓഫ്. ഇറ്റ് ഈസ് റോങ് ടു മേക്ക് പ്രോമിസ് യു ഡോണ്ട് മീൻ ടു കീപ്. നിങ്ങൾ ഒരു തോക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഉപയോഗിച്ചിരിക്കണം. ഉപയോഗിക്കാത്ത ഒരു വസ്തുവും പ്രദർശിപ്പിക്കരുത്. സിനിമയിലെ ഓരോ വസ്തുവിനും അതിന്റെ ലക്ഷ്യമുണ്ട്. അതിന്റെ ലക്ഷ്യം വ്യക്തമാക്കി കൊടുത്തിരിക്കണം എന്നതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സിനിമയിൽ പ്രദർശിപ്പിക്കുന്ന എന്തിനും അതിൻ്റെതായ ലക്ഷ്യം ഉണ്ട് എന്ന് ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. ഇത് നമുക്ക് പല വിധത്തിൽ കാണിക്കാം. ഡയലോഗിലൂടെ ചെയ്യാം, കഥാപാത്രത്തിന്റെ സ്വഭാവം, അല്ലെങ്കിൽ സ്റ്റോറിയുടെ എലമെന്റ്സ്, ഇതൊക്കെ ആവാം. ഒരു കഥയുടെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ ചിലപ്പോൾ വീണ്ടും കാണിക്കേണ്ടി വരും. ചെക്കോവ്സ് ഗൺ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഒന്ന് വിസിബിലിറ്റി, രണ്ടാമത് റിലയബിലിറ്റി ആൻഡ് മൂന്നാമത്തത് വെലോസിറ്റി. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം. വിസിബിലിറ്റി എന്താണ്, എത്രമാത്രം വ്യക്തമായിട്ടാണ് അത് കാണിക്കുന്നതെന്നുള്ളതാണ്. വിസിബിലിറ്റി എന്നതുകൊണ്ട് ഇത് എത്രമാത്രം വ്യക്തതയോടുകൂടിയാണ് ഇത് പ്രദർശിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ ഇത് ഒരു മ്യൂസിക്കിന്റെ സഹായത്തോടെ ക്ലോസപ്പ് ആയി കാണിക്കാം. അതുമല്ലെങ്കിൽ അത്ര പ്രാധാന്യം കൊടുക്കാതെ അതങ്ങ് കടന്നു പോകുന്നതായ രീതിയിൽ കാണിക്കാവുന്നതാണ്. റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം കഥയുമായി ഇത് പ്രസക്തമാണ് എന്നുള്ളതാണ്. അതായത് ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വ്യക്തമാക്കുകയോ അതുമല്ലെങ്കിൽ പിന്നീട് വ്യക്തമാക്കുന്നത് ഒരു മിസ്റ്ററി ആയിട്ടായിരിക്കും അത് വ്യക്തമാക്കി കൊടുക്കുക. മൂന്നാമത്തേതായിട്ടുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് അതിന്റെ ഉദ്ദേശം കാണിക്കുകയോ അതോ താമസിച്ചാണോ കാണിക്കുക എന്നുള്ളതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മളൊരു ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം ഓഡിയൻസിന് മനസ്സിലാക്കി കൊടുക്കാം. അതുമല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്താ പറയുക, ഓഡിയൻസിനെ സസ്പെൻസിൽ നിർത്തിക്കൊണ്ട് പിന്നീട് അത് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഈ 3 രീതികളും ഉപയോഗിച്ചുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് വേണം ഈ ചെക്കോവ്സ് ഗൺ ഉപയോഗിക്കുക. അതായത് വിസിബിലിറ്റി, റിലയബിലിറ്റിയും നമ്മുടെ വെലോസിറ്റിയും 3 എലമെന്റ്സും മിക്സ് ചെയ്ത് കാണിച്ചാൽ ഒരു സൂപ്പർ മേക്കിംഗ് ആയിരിക്കും എന്നാണ് പറയുക. ഉദാഹരണമായി 2019 ഇറങ്ങിയ നൈഫ്സ് ഔട്ട് എന്ന സിനിമ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പാട്രിക് ഹാരൾഡ് ത്രോബി അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ സംശയത്തിന് നിഴലായി. എന്നാൽ മർത്തയ്ക്ക് മാത്രമേ യഥാർത്ഥ സത്യം അറിയൂ. ഈ സമയത്താണ് ബെന്നറ്റ് ബ്ലാങ്ക് എന്ന ഡിറ്റക്റ്റീവ് വരുന്നു. അദ്ദേഹം ഒരു ഭംഗിയായി അദ്ദേഹത്തിന്റെ ജോലി നിർവഹിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഒരിക്കൽ കൂടി ഈ റിയാൻ ജോൺസന്റെ തന്നെ നൈഫ്സ് ഔട്ട് എന്ന സിനിമ ഒന്നുകൂടെ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ ചെക്കോവ്സ് ഗൺ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ അതിലെ ബ്ലഡ് സ്റ്റെയിൻ എടുക്കുക. അതായത് സിനിമ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ മർത്തയുടെ വൈറ്റ് ക്യാൻവാസ് ഷൂവിൽ ഒരു ബ്ലഡ് സ്റ്റെയിൻ കാണാം. ഇവിടെ ചെക്കോവ്സ് ഗൺ ലോഡ് ചെയ്തു, ഇനി ഷൂട്ട് ചെയ്യണം. ഈ സന്ദർഭത്തിൽ ബ്ലഡ് സ്റ്റെയിൻ നന്നായി കാണാമായിരുന്നു. ഇത് പ്ലോട്ടിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് അത് ഉപയോഗിക്കപ്പെടുന്നത്. ഡിറ്റക്റ്റീവിനോട് മർത്ത ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഹാരൾസിന്റെ മരണവുമായി ബന്ധമുണ്ട്? അപ്പോൾ ഡിറ്റക്റ്റീവ് പറയാണ്, നീ എന്റെ മുന്നിൽ കാലുകുത്തിയ നിമിഷം മുതൽ. ഇവിടുത്തെ രസകരമായ സംഗതി സെറ്റപ്പും പേ ഓഫുമാണ്. അതായത് സജ്ജീകരണവും പര്യവസാനവും. ഇവ തമ്മിലുള്ള വ്യത്യാസം ഒരു മ്യൂസിക്കിന്റെ ഒരു ഡ്രമാറ്റിക് മ്യൂസിക്കും അതേപോലെ ഒരു വ്യക്തമായ ക്ലോസിങ്ങും അതാണ്. സെറ്റപ്പ് ഈസ് ഷോവിങ് എ ഗൺ ഇൻ എൻ ആക്ട്, പേ ഓഫ് ഈസ് ഫയറിംഗ് ഇറ്റ് ഇൻ അനദർ ഓർ നെക്സ്റ്റ് ആക്ട്. സെറ്റപ്പ് എപ്പോഴും അവ്യക്തമായിരിക്കണം, അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ശ്രദ്ധ അതിലേക്ക് പോകും. അതുകൊണ്ട് എന്താണ്, അവർ അതിന്റെ ലക്ഷ്യം ഒരു മുഴം മുന്നേ കണ്ടുപിടിക്കും. അതൊരിക്കലും നന്നാവില്ല. പേ ഓഫ് എന്നത് ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നത് ഒരു അനുബന്ധം മാത്രമായി ഇവിടെ അവസാനിക്കുന്നതായി കാണാം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഓഡിയൻസിനെ മിസ്ലീഡ് ചെയ്യുന്നത് കൊണ്ട് ഭയപ്പെടേണ്ടതില്ല. അത് അവരെ പെരുവിരലിൽ നിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇനിയും മലയാള സിനിമയിലെ ചെക്കോവ്സ് ഗൺ എന്ന ടെക്നിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉദാഹരണമായി അമൽ നീരദ് സംവിധാനം ചെയ്ത വരത്തൻ എന്ന സിനിമയിലെ ഈ സീൻ ശ്രദ്ധിക്കുക. ഈ സീനിൽ നൈറ്റ് വിഷൻ ഗൂഗിൾസും തോക്കും കാണിക്കുമ്പോൾ ഓഡിയൻസിൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടാകും, എന്തിനാണ് ഇതൊക്കെയെന്ന്. എന്നാൽ പിന്നീട് ഈ സീൻ കാണുമ്പോൾ പ്രേക്ഷകന് അത് അസ്വാഭാവികമായി തോന്നാത്തത് കാരണം അത് നേരത്തെ കാണിച്ചതുകൊണ്ടാണ്. ഇവിടെ പ്രേക്ഷകന് നല്ല ആസ്വാദന അനുഭവം കിട്ടിയത് ചെക്കോവ്സ് ഗൺ തിയറിയിലൂടെ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഡയറക്റ്റ് ആയി ചെക്കോവ്സ് ഗൺ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് മഹേഷിന്റെ പ്രതികാരം. ഇതിൽ മഹേഷ് ഉരച്ചു കഴുകുന്ന ആ ലൂനാർ ചപ്പൽ ശ്രദ്ധിക്കുക. ഇത് അത്ര പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലെങ്കിലും പിന്നീട് വരുന്ന ഈ സീനിൽ
അത് എത്രമാത്രം കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് കാണാം. മലയാള സിനിമയിൽ തന്നെ അമൽ നീരദ് സംവിധാനം ചെയ്ത ഇയോബിൻ്റെ പുസ്തകത്തിലെ പൂച്ച പ്രതിമകൾ ഈ ചെക്കോസ് ഗണ്ണിന് നല്ലൊരു ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ ജോജി സിനിമയിലെ ആ വീട്ടിലെ തന്നെ ഇളയ മകനായ പോപ്പി കൊറിയർ വഴി ഒരു എയർഗൺ വരുത്തുന്നു. ടീനേജർക്ക് കൗതുകമുള്ള പ്രോപ്പർട്ടിയായാണ് അത് ആദ്യം ചിത്രീകരിച്ചിരിക്കുന്നത്. അത് അവൻ ഉപയോഗിച്ച് നോക്കുന്നതും പിന്നീട് അവൻ്റെ ചിറ്റപ്പനായ ജോജി അത് കൈക്കലാക്കുന്നതും നമുക്ക് കാണാം. ജോജി പിന്നീട് അവൻ്റെ ജ്യേഷ്ഠനെ അത് ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നതും അങ്ങനെ ചെക്കോസ് ഗൺ അവിടെ പേ ഓഫ് ആകുന്നതായി കാണാം. അതേപോലെ തന്നെ ദൃശ്യം എന്ന സിനിമയിൽ ഒരു പ്ലോട്ട് ആണ് ചെക്കോസ് ഗണ്ണായി ഉപയോഗിക്കുന്നത്. അത് ഈ സീൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ക്ലൈമാക്സിലാണ് നമുക്കത് മനസ്സിലാക്കുക. ഈ സീൻ ഇല്ലായിരുന്നെങ്കിൽ പ്രേക്ഷകർ വഞ്ചിക്കപ്പെട്ട പ്രതീതിയാകുമായിരുന്നു. അതോടുകൂടി അത് പേ ഓഫ് ആയി. മലയാളത്തിലെ ലൂസിഫർ. ഇതിൽ വിവേക് ഒബ്രോയി ചെയ്ത ബോബി എന്ന കഥാപാത്രത്തിൻ്റെ കയ്യിലുള്ള ലൈറ്റർ വിസിബിൾ ആയതും റിലയബിൾ ആയതും കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും പിന്നീട് സിനിമയുടെ ക്ലൈമാക്സിൽ ലൈറ്റർ ഉപയോഗിച്ച് ബോബി ആ കെട്ടഴിക്കുന്നതോടുകൂടി പേ ഓഫ് ആകുന്നതായി നമുക്ക് കാണാം. ഈ ചെക്കോസ് ഗൺ എന്നുള്ളത് ഒരു തോക്കല്ല, അതൊരു ടൂളാണ്. അതിലെ സിനിമയിലെ ഘടകങ്ങളായ കഥാപാത്രം, പ്ലോട്ടുകൾ ഇവ സെറ്റപ്പ് ആൻഡ് പേ ഓഫിലൂടെ കാണിക്കുന്ന രീതിയാണ് ചെക്കോസ് ഗൺ എന്ന് പറയുന്നത്. സെറ്റപ്പും പേ ഓഫും എന്താണെന്ന് ഒരു ക്വിക്ക് റിവിഷൻ നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, 2004 ജോഷി സംവിധാനം ചെയ്ത റൺവേ എന്ന ചിത്രം. ഇതിൽ നിങ്ങൾ ആദ്യം സെറ്റപ്പ് ശ്രദ്ധിക്കൂ. ഇതിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത്